പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒഞ്ചിയം രക്തസാക്ഷികളുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കൾക്കും എൻ്റെ വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. കേരളത്തിൻ്റെ മണ്ണ് ചുവപ്പിച്ച നിരവധിയായ കർഷക പ്രക്ഷോഭ സമര മുന്നേറ്റങ്ങളിൽ ഹൃദയരക്തം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട രക്തസാക്ഷി ഗ്രാമമാണ് ഒഞ്ചിയം. പഴയ കുറുമ്പനാട് താലൂക്കിൽപ്പെട്ട ഒരു തീരദേശ ഗ്രാമം. ജന്മിത്വത്തിനെതിരെ, സാമ്രാജ്യത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, നാനാവിധ ചൂഷണങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ നടന്ന സമരങ്ങളുടെ നൈരന്തര്യമാണ് ഒഞ്ചിയത്തിൻ്റെ മഹത്തായ വിപ്ലവ പൈതൃകം. ഈ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ ചിന്തയുടെ വിത്ത് പാകി മുളപ്പിച്ച് ഇൻകുലാബിൻ്റെ ഇടിമുഴക്കം തീർത്ത ഒഞ്ചിയത്തിൻ്റെ സമരനായകരുടെ സമരോത്സവമായ രക്തസാക്ഷ്യത്തിൻ്റെ 76ാമത് സമരവാർഷിക ദിനമാണ് ഇന്ന് 2024 ഏപ്രിൽ 30. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ച കാലത്ത് തന്നെ കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് ചിന്താഗതി പുലർത്തിയ അനേകം പുരോഗമനേച്ഛകളുണ്ടായിരുന്നു. 1934 ജയപ്രകാശ് നാരായണൻ, അച്യുത് പട്വർദ്ധൻ തുടങ്ങിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ പാറ്റ്നയിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ 1934 മെയ് 12 കോഴിക്കോട് വെച്ചാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. പി കൃഷ്ണപിള്ള സെക്രട്ടറിയായ കമ്മിറ്റിയിൽ EMS, AKG, കെ ദാമോദരൻ, മൊയാരത്ത് ശങ്കരൻ, KA കേരളിയൻ, CH കണാരൻ, NE ബാലറാം, KP ഗോപാലൻ, KPR ഗോപാലൻ എന്നിവർ അംഗങ്ങളായി. 1937 കോഴിക്കോട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ SP ഘാട്ടിയുടെ സാന്നിധ്യത്തിൽ 4 പേർ ചേർന്ന് പാർട്ടിയുടെ ആദ്യ സെല്ലും രൂപീകരിച്ചു. പി കൃഷ്ണപിള്ള, EMS, കെ ദാമോദരൻ, NC ശേഖർ എന്നിവരായിരുന്നു ആദ്യ സെല്ലിലെ അംഗങ്ങൾ. പി കൃഷ്ണപിള്ളയെ സെല്ലിൻ്റെ 1ാമത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പിന്നീട് 1939 ഡിസംബറിൽ പിണറായി പാറപ്പുറത്ത് വിവേകാനന്ദ വായനശാലയിൽ ചേർന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സമ്മേളനത്തിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊള്ളുന്നത്. ഒരു പാർട്ടി മുഴുവൻ മറ്റൊരു പാർട്ടിയായി തീരുന്ന പ്രക്രിയയായിരുന്നു അത്. പി കൃഷ്ണപിള്ളയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റും EMS സെക്രട്ടറിയുമായ KPCCയിൽ ഒഞ്ചിയത്തുകാരായ സഖാക്കൾ MR നാരായണക്കുറുപ്പ്, TC നാരായണക്കുറുപ്പ്, M ഗോപാലക്കുറുപ്പ് എന്നിവരും വടകരയിൽ നിന്ന് കേളുവെട്ടൻ, CH കണാരൻ എന്നീ സഖാക്കളും ഉണ്ടായിരുന്നു. 1939 ഡിസംബർ മാസം 29 ഒഞ്ചിയം ഉൾപ്പെടുന്ന കുന്നുമ്മക്കരയിൽ കുറുമ്പനാട് താലൂക്കിലെ പാർട്ടിയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെൽ രൂപം കൊണ്ടിരുന്നു. അനശ്വരനായ സഖാവ് മണ്ടോടി കണ്ണനായിരുന്നു ആദ്യ സെല്ലിൻ്റെ സെക്രട്ടറി. ആ സെല്ലിൽ സഖാക്കൾ വണ്ണാറത്ത് കണ്ണക്കുറുപ്പ്, PP നാരായണടിയോടി, കോറോത്ത് കണ്ടി കുമാരൻ മാസ്റ്റർ എന്നിവർ കൂടി അംഗങ്ങളായിരുന്നു. പിന്നീട് പഴങ്കാവ്, പുതുപ്പണം, മൊകേരി, നരിപ്പറ്റ, വള്ളിക്കാട്, എടച്ചേരി, മേപ്പയിൽ, പണിക്കോട്ടി, വില്യാപ്പള്ളി എന്നീ സ്ഥലങ്ങളിലും പാർട്ടിയുടെ സെല്ലുകൾ രൂപീകരിക്കുകയുണ്ടായി. മാർക്സിസം എന്ന പുതിയ ആശയത്തിന് എളുപ്പത്തിൽ പേരിടാൻ കഴിയുന്ന വിധം മലബാറിൻ്റെ മണ്ണും മനസ്സും ഉഴുതുമറിക്കപ്പെട്ടിരുന്നു. പാപ്പിടാനന്ദ ഗുരുവിൻ്റെ സ്വാധീനവും മൊയാരത്ത് ശങ്കരൻ്റെ കർമ്മകൗശലവും വായനശാലകളിൽ ലഭിച്ച പുതിയ വെളിച്ചവും ഒഞ്ചിയത്തിൻ്റെ പുരോഗമന ചിന്തയ്ക്ക് തുടക്കം കുറിച്ചു. 1940 10ഓളം പുതിയ പാർട്ടി സെല്ലുകൾ കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റി രൂപം കൊടുത്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പനാട് താലൂക്ക് സെക്രട്ടറി ആയിരുന്ന സഖാവ് മൊയാരത്ത് ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1941 ജനുവരി 17 ചെർപ്പുളശ്ശേരിയിൽ വെച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്നവരെ സഖാവ് മൊയാരം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പനാട് താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. 1940 സെപ്റ്റംബറിൽ തന്നെ കുന്നമ്മക്കര പാർട്ടി സെൽ രൂപീകരിക്കുകയുണ്ടായി. ചാക്കേരി കുഞ്ഞാപ്പു മാസ്റ്റർ, കുട്ടിച്ചാത്തങ്കണ്ടി കേളൻ, ആയാട്ട് ചോയി മാസ്റ്റർ, പുളിയിലാങ്കണ്ടി കുഞ്ഞിരാമൻ എന്നിവരെയാണ് അംഗങ്ങളായി പിന്നീട് കൂട്ടിച്ചേർത്തത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിൽ പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും കൊണ്ട് ജനജീവിതം ദുസ്സഹമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് നിറവേറ്റാനുണ്ടായിരുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വ്യാപകമായിരുന്നു. രോഗത്തിൻ്റെയും ദുരിതങ്ങളുടെയും കാണാക്കയങ്ങളിൽപ്പെട്ട് ഉടർന്ന ജനങ്ങളെ സഹായിക്കാൻ പാർട്ടി നിരവധി സന്നദ്ധ സേനകൾ രൂപീകരിച്ച് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. മദ്രാസ് സർക്കാരിൻ്റെ തെറ്റായ റേഷൻ സമ്പ്രദായത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരാൻ തുടങ്ങി. കമ്പം ചോളം നിർബന്ധമാക്കിയതിനെതിരെ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനിക്കപ്പെട്ടു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി പുറപ്പെട്ടു. ഫാസത്തിനെതിരായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായി നിലകൊണ്ടു. സാമ്രാജ്യത്വ യുദ്ധത്തിൽ ഇന്ത്യയെ വലിച്ചിഴച്ച ആമറി സാഹിബിനെതിരെ 144 ലംഘിച്ചുകൊണ്ട് 40 സെപ്റ്റംബർ 15 വടകരയിൽ നടത്തിയ പ്രതിഷേധ റാലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട യുദ്ധവിരുദ്ധ പ്രവർത്തനമായി ശ്രദ്ധിക്കപ്പെട്ടു. 1940 സെപ്റ്റംബറിലാണ് കുന്നമ്മക്കര സെല്ലിന് സമാന്തരമായി ഒഞ്ചിയത്തും മറ്റൊരു പാർട്ടി സെൽ രൂപീകരിക്കുന്നത്. പല മേഖലകളിലായി ബഹുവിധ ചൂഷണത്തിന് വിധേയരായ കർഷകരും തൊഴിലാളികളും അധ്യാപകരും ബഹുജനങ്ങളും പാർട്ടി നേതൃത്വത്തിൽ സംഘടിത ശക്തിയായി മാറിയത് നാടിനാകെ പുതിയ ആവേശം നൽകി. തൊഴിലാളി വർഗ രാഷ്ട്രീയം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ നിർണായകമായി പങ്കുവഹിച്ചു. 1940 സെപ്റ്റംബർ 15 ഇന്ത്യയെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയതിനെതിരെ നാടെങ്ങും പ്രതിഷേധമിരമ്പി. തലശ്ശേരിയിൽ അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും വെടിയേറ്റ് മരിച്ചു. മൊറാഴയിൽ പ്രതിഷേധത്തിനിടെ പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട കേസിൽ സഖാവ് KPR ഗോപാലിന് വധശിക്ഷ വിധിച്ചു. പിന്നീട് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് വധശിക്ഷ മരവിപ്പിക്കുകയായി. ഇത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിലാണ് 48 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 6 വരെ കൽക്കത്തയിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസിൽ കുറുമ്പനാട്ടിൽ നിന്നും MK കേളുവട്ടനും TKK അബ്ദുള്ളയും പങ്കെടുക്കുന്നത്. സായുധ കലാപത്തിലൂടെ ഇന്ത്യയിൽ വിപ്ലവം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ തീസിസ് അഥവാ കൽക്കട്ട തീസിസ് പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി. അതോടെ ഭരണാധികാരികളുടെയും കോൺഗ്രസിൻ്റെയും ദേശരക്ഷാസേന എന്ന ചെറുപയർ പട്ടാളത്തിൻ്റെയും ഉറക്കം നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ കേളപ്പനും കോൺഗ്രസും ആഹ്വാനം ചെയ്തു. മദിരാശി സർക്കാർ ഇതിനായി പ്രത്യേക നിയമം തന്നെ പാസാക്കി. ഈ പശ്ചാത്തലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റി യോഗം 48 ഏപ്രിൽ 29, 30 തീയതികളിലായി ഒഞ്ചിയത്ത് ചേരാൻ അതീവ രഹസ്യമായി പാർട്ടി തീരുമാനിക്കുന്നു. കൽക്കട്ട കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, മലബാറിലാകെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയെക്കുറിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നതായിരുന്നു അജണ്ട. നേതാക്കൾ ഒഞ്ചിയത്ത് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. കുറുമ്പനാട് താലൂക്ക് കമ്മിറ്റിയിൽ M. കുമാരൻ മാസ്റ്റർ, MK കേളുവട്ടൻ, TKK അബ്ദുള്ള, P. രാമക്കുറുപ്പ്, PP ശങ്കരൻ, MK രാമൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ, MK കൃഷ്ണൻ നായർ, PV ശങ്കരൻ, TC ചാത്തു, CK വാസു, U. കുഞ്ഞിരാമൻ എന്നീ സഖാക്കളും അംഗങ്ങളായിരുന്നു. M. കുമാരൻ മാസ്റ്ററായിരുന്നു താലൂക്ക് കമ്മിറ്റിയിലെ സെക്രട്ടറി. പാർട്ടിയുടെ മലബാർ കമ്മിറ്റിയിലെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PR നമ്പ്യാർ വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട സമരകേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം ഏപ്രിൽ 29 ഒഞ്ചിയത്തെത്തി. മലബാറിലാകെ നടക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായ തൊഴിലാളി കർഷക ജനവിഭാഗത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തെക്കുറിച്ച് PR യോഗത്തിൽ വിശദീകരിച്ചു. കുറുമ്പനാട്ടിലും ഇത്തരം സമരങ്ങൾ നയിക്കാൻ പാർട്ടി ശക്തി നേടണമെന്ന് സഖാവ് ഓർമ്മിപ്പിച്ചു. കേളുവട്ടൻ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ഇതിനിടയിൽ തന്നെ താലൂക്ക് കമ്മിറ്റി അംഗമായ CK വാസുവിൻ്റെ അസാന്നിധ്യം PP ശങ്കരൻ സഖാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ചില സംശയങ്ങളെ തുടർന്ന് യോഗം പിറ്റേ ദിവസം ചേരാനായി പിരിഞ്ഞു. പുളിയുള്ളതിൽ നിന്നും യോഗം പുതുക്കുടിമത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നേതാക്കളുടെ സംരക്ഷണ ചുമതലയുള്ള മണ്ടോടിക്കണ്ണൻ എല്ലാ വളണ്ടിയർമാർക്കും കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. സഖാക്കളെല്ലാം ഒഞ്ചിയത്തെ പല വീടുകളിലേക്ക് മാറ്റി. 48 ഏപ്രിൽ 29, 30 തീയതികളിൽ ചേർന്ന താലൂക്ക് കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന PK വാസുവിന് ദേശാഭിമാനി ഷെയർ സംഖ്യ അടക്കാത്തതിൻ്റെ പേരിൽ പാർട്ടി ശാസിച്ചിരുന്നു. എന്നാൽ വാസുവാകട്ടെ താൻ പറ്റിപ്പോയ സംഖ്യ സ്വരൂപിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ്സുകാരനായ സഹോദരി ഭർത്താവിനോട് പണം കടം ചോദിച്ചു. ഒഞ്ചിയത്തെ യോഗവീരം അങ്ങനെ പാർട്ടിക്ക് പുറത്തായി. ഗുരുതരമായ ജാഗ്രതക്കുറവിൽ മനോവേദനയോടെ പിൽക്കാലത്ത് വാസു പാർട്ടിയുടെ സഹയാത്രികനായി മരണം വരെ ജീവിക്കുകയും ചെയ്തു. 48 ഏപ്രിൽ 30 പുലർച്ചെയാണ് നെഹ്റുവിൻ്റെ പോലീസ് ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യവിവരം മണത്തറിഞ്ഞ് പൈശാചികമായ കമ്മ്യൂണിസ്റ്റ് വേട്ട ആരംഭിക്കുന്നത്.
മണ്ടോടിക്കണ്ണനെ തേടിയെത്തിയ സംഘം സഖാവിനെ കിട്ടാത്തതിൻ്റെ കലിപ്പ് തീർത്തത് വീട്ടുകാരുടെ വീട്ടു സാധനങ്ങളുമായിരുന്നു. പിന്നീട് അവർ നേരെ വലകെട്ടിപ്പറമ്പത്ത് ആണ്ടിയുടെ വീട്ടിലേക്കാണ് പോയത്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് എല്ലാം നശിപ്പിച്ചു. തുടർന്ന് പുളിവെളുതി വീട്ടിലേക്ക്. നേതാക്കളെ കാണിച്ചു കൊടുക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. സർവ്വതും തച്ചു തകർത്ത് ഗൃഹനാഥനായ കർഷകക്കാരനവർ ജോയിയെയും മകൻ കണാരനെയും അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് പോലീസ് വയൽവരമ്പിലൂടെ മുന്നോട്ട് നീങ്ങുകയായി. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഒഞ്ചിയത്തെത്തിയ പോലീസിൻ്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് സഖാക്കൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സമരായുധം മെഗഫോൺ ഉപയോഗിച്ച് ഒഞ്ചിയത്ത് നെഹ്റുവിൻ്റെ പോലീസ് തേർവാഴ്ച ആരംഭിച്ചിരിക്കുന്നു, മുഴുവൻ സഖാക്കളും ഒഞ്ചിയത്തേക്ക് കുതിച്ചെത്തണമെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ആകാശം മുട്ടുമാർ ഉച്ചത്തിൽ ഉയർന്നു കേട്ട മെഗഫോൺ ശബ്ദത്തിൻ്റെ പിന്നാലെ നൂറുകണക്കിന് മനുഷ്യർ ചൂട്ടകറ്റകളുമായി ശബ്ദം കേട്ട ദിക്കിലേക്ക് കുതിക്കുകയായിരുന്നു. എല്ലാവരും ഒന്നിച്ചാവശ്യപ്പെട്ടത് സഖാവ് ചോയിയെയും കണാരനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നായിരുന്നു. കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന 2 സഖാക്കളെയും വിട്ടയക്കുന്നവരെ ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്ന് തടിച്ചുകൂടിയ ജനക്കൂട്ടം അതിശക്തമായി വാദിക്കുകയുണ്ടായി. വെടിവെക്കുമെന്ന പോലീസ് ഇൻസ്പെക്ടറുടെ ഭീഷണിയെ വെല്ലുവിളിച്ചുകൊണ്ട് പി രാമക്കുറുപ്പിൻ്റെ വൈകാരികമായ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. വെടിവെക്കൻ നായ്ക്കളെ എന്ന് രാമക്കുറുപ്പ് അലർന്നുണ്ടായിരുന്നു. പട്ടർത്ത് പറമ്പിൻ്റെ കൊളിന്മേൽ നിന്ന് ചാടി ആദാനബാഹുമായ പട്ടിയാട്ടുകളപ്പൻ തോക്ക് പിടിച്ചു പറ്റി. അളവക്കൻ കൃഷ്ണൻ നെഞ്ചു കാട്ടി ഗർജിച്ചു. തുരുതുരാ വെടിപൊട്ടി. 8 പേരുടെ നെഞ്ചിൻ കൂട് പൊട്ടിച്ചു തെറിയ ചോരയിൽ ഒഞ്ചിയത്തിൻ്റെ മണ്ണ് ചുവന്നു. ഭരണകൂട ഭീകരവാഴ്ചക്കെതിരെ മുന്നോട്ട് കുതിച്ച 8 കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ചോരപ്പൂക്കളായി വിരിഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചു. അളവക്കൻ കൃഷ്ണൻ, മേനോൻ കണാരൻ, പാറോളതിൽ കണാരൻ, പുറവിൽ കണാരൻ, വട്ടക്കണ്ടി രാകൂട്ടി, ചേരിയിൽ താഴക്കുനി ചാത്തു, വാഴയിൽ പിടിയിൽ ഗോപാലൻ, കാവുംതൊടിമത്തിൽ ശങ്കരൻ. വെടിയേറ്റ് വിടയുന്ന സമരസഖാക്കളെ സേനാനികൾ ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ എടുത്തുകൊണ്ടുപോയി. വെടിയുണ്ട തീർന്ന് പകച്ചുപോയ പോലീസിന് ഉണ്ട തേടിപ്പോയ ദേശരക്ഷക്കാരെ കാത്തിരിക്കുവാൻ ധൈര്യമുണ്ടായില്ല. പി രാമക്കുറുപ്പ്, പി പി കണ്ണൻ, പുറവിൽ മിത്തൽ കണ്ണൻ, ടി സി കുഞ്ഞിരാമൻ മാസ്റ്റർ, ചാക്കേരി മിത്തൽ കുങ്കൻ നായർ, വടേക്കണ്ടി ചാത്തു, ആയാട്ട് ചോയി മാസ്റ്റർ, പാലേരി മിത്തൽ അച്യുതൻ, ടി പി ചോയി തുടങ്ങിയവർ വെടിയേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറി. പിന്നീട് സർവ്വസന്നാഹങ്ങളോടെ വന്ന പോലീസ് വെടിയേറ്റ് മരിച്ചവരെ പച്ചോലിൽ കെട്ടി PCC ലോറിയിലിട്ട് വടകര കൊണ്ടുപോയി പുറങ്കരക്കടപ്പുറത്ത് ഒറ്റക്കുഴിയിൽ മൂടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊന്നുകുഴിച്ചിടാമെന്ന് കരുതിയ ഭരണാധികാരി വർഗത്തിൻ്റെ വ്യാമോഹത്തെ കിടിലം കൊള്ളിക്കുന്ന അനുഭവമായിരുന്നു പിന്നീടുള്ള ഒഞ്ചിയത്തിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രം. വെടിവെപ്പിന് ശേഷവും സഖാവ് കണ്ണനെ പിടികൂടാൻ പോലീസിനായില്ല. കണ്ണനെ പിടികിട്ടാത്തതിൻ്റെ പേരിൽ ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റുകാരായ മുഴുവൻ സഖാക്കളുടെയും വീടുകൾ ആക്രമിക്കുകയും തേർവാഴ്ച നടത്തുകയായിരുന്നു ചെറുപയർ പട്ടാളവും നെഹ്റുവിൻ്റെ പോലീസും. ഒടുവിൽ ഈ കിരാതമായ തേർവാഴ്ചയെ ഞാൻ കാരണമാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിന് ഞാനിതാ സ്വയം പിടികൊടുക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച് സ്വയം പോലീസിന് മുമ്പിൽ പിടികൊടുക്കുകയായിരുന്നു സഖാവ് കണ്ണൻ. മണ്ടോടിക്കണ്ണൻ മെയ് 15-ാം തീയതി ഒഞ്ചിയത്തെ പുനത്തിൽ വിട്ടിച്ച് സ്വയം പോലീസിന് പിടികൊടുക്കുകയായിരുന്നു. ഞാൻ മൂലം ഒരു നാട് മുഴുവൻ അനുഭവിക്കുന്ന നരകം ഞാൻ കാരണമാണെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സ്വയം കരുതുകയും അങ്ങനെ പോലീസിന് സ്വയം പിടികൊടുക്കുകയുമാണ് കണ്ണൻ ചെയ്തത്. ഉൾക്കിടത്തോടെയും ഭയപ്പാടോടെയുമാണ് കണ്ണനെ പോലീസ് കൊണ്ടുപോയത്. കർഷക കുടുംബത്തിൽ മണ്ടോടി ചെക്കായിയുടെയും ചിരതയുടെയും മകനായി ജനിച്ച കണ്ണൻ പട്ടോളിക്കര ഈസ്റ്റ് LP സ്കൂൾ, ചോമ്പാല BM സ്കൂൾ എന്നിവയിൽ വിദ്യാഭ്യാസം നേടിയ കാലത്ത് തന്നെ സമൂഹത്തിൽ നിറമാടുന്ന അസമത്വങ്ങളിൽ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഒഞ്ചിയത്തിൻ്റെ സമരചരിത്രത്തിൽ ഇതിഹാസോജ്വലമായ സ്ഥാനമാണ് സഖാവ് മണ്ടോടി കണ്ണനുള്ളത്. സ്വന്തം ചോര കൊണ്ട് വടകര പോലീസ് സ്റ്റേഷൻ്റെ ഭിത്തിയിൽ
തൊഴിലാളി വർഗത്തിൻ്റെ വിമോചന ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം സ്വന്തം ചോര കൊണ്ട് അടയാളപ്പെടുത്തിയാണ് സഖാവ് കണ്ണൻ രക്തസാക്ഷിയാവുന്നത്. അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് ഉച്ചസ്ഥിരം വിളിച്ചു പറഞ്ഞാണ് സഖാവ് കണ്ണൻ ഈ ലോകത്തോട് വിട പറയുന്നത്. വഞ്ചിയത്തിൻ്റെ സമരേതിഹാസം കണ്ണനുൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ 76ാമത് രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഈ സന്ദർഭം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും സംബന്ധിച്ച് നിർണായകമായ ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ്. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇന്ത്യൻ ഭരണഘടനയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ രാഷ്ട്രീയ സമരത്തിൻ്റെ വർത്തമാനത്തിലാണ് വഞ്ചിയം രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ ഓർമ്മ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അയവിറക്കുന്നത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള സമയബന്ധിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ അധികാരത്തിലുള്ള RSS നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരതയെ എല്ലാ കാലത്തേക്കുമായി റദ്ദ് ചെയ്യുകയും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന അതിൻ്റെ ഭരണഘടനാ മൂല്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് വെക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഒരിക്കൽ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത RSS അതിൻ്റെ രൂപീകരണത്തിൻ്റെ 100ാമത് വാർഷികം ആഘോഷിക്കുന്ന 2025 ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യക്കൊരു പാർലമെൻറ്റ് ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇന്ത്യയുടെ ഭരണഘടന ചാതുർവർണ്ണയത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നോ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും സംഭാവനയായ അതിമഹത്തായ ഭരണഘടന ഇനിയും നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ചും ഒരുപാട് ആശങ്കകളാണ് നമുക്കുള്ളത്. മഹാത്മാഗാന്ധിയെ കൊല ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മഹത്തായ ദൗത്യം നിർവഹിച്ചിരിക്കുന്നുവെന്ന് അഭിമാനിച്ച കൊലപാതകിയായ RSSകാരൻ നാഥുറാം വിനായക് ഗോഡ്സെ വിചാരണക്കോടതി നടത്തിയ മൊഴിയിൽ മഹാത്മാഗാന്ധിയെ കൊന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിതാഭസ്മം ഇതുവരെയും ഒരിടത്തും നിമജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല. ഗോഡ്സെ എഴുതി വെച്ച വിൽപത്രത്തിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായതിനു ശേഷമേ ഗംഗാനദിയിൽ എൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2025 100ാം വാർഷികം ആചരിക്കുന്ന RSSൻ്റെ രൂപീകരണത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിച്ച, മതരാഷ്ട്രമായി തീർന്ന ഒരു രാജ്യത്തെ, മതരാജ്യത്തിനകത്തുകൂടി ഒഴുകുന്ന ഒരു ഗംഗാനദിയിൽ ഒരുപക്ഷെ ഈ ഘാതകൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ ഉള്ള ഒരുക്കത്തിലാണ് RSS. ഇന്ത്യയുടെ ബഹുസ്വരതയെയും മതനിരപേക്ഷതയെയും അത് മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയെയും ധാർമ്മികതയെയും ഒരിക്കലും അംഗീകരിക്കാത്ത RSS ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന കാലത്ത് തന്നെ ഭരണഘടനയ്ക്കെതിരായി സംസാരിക്കുകയും എഴുതുകയും പ്രചാരണം നടത്തുകയും ചെയ്ത ഇന്ത്യ വിരുദ്ധരുടെ ഒരു സംഘമാണ് എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും അറിയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന ആമുഖം
ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് എസ്.വി. കമ്മത്തിനെ പോലുള്ള ആളുകളെ കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കകത്ത് കർശനമായി പറയിപ്പിച്ച ആളുകൾ RSSകാരായിരുന്നു. ദൈവനാമത്തിൽ ആരംഭിക്കണമോ ജനങ്ങളുടെ പേരിൽ ആരംഭിക്കണമോ ഭരണഘടന ആമുഖമെന്നതിനെക്കുറിച്ച് തർക്കമായപ്പോൾ ഒടുവിൽ ആ വിവാദം വോട്ടിനിടുകയും തർക്കം വോട്ടിനിടുകയും ഒടുവിൽ ദൈവം തോറ്റുപോവുകയും ജനാധിപത്യം ജയിക്കുകയും ചെയ്തു എന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും ഇന്ത്യൻ ഭരണഘടനയുടെയും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു യാഥാർത്ഥ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച B.R. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ 3 പ്രസംഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗം ഭരണഘടനയുടെ നിർമ്മാണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അതിൻ്റെ പൂർണ്ണരൂപം അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ B.R. അംബേദ്കർ പങ്കുവെക്കുന്ന ഒരു നിസ്സഹായതയും പരിദേവനവുമുണ്ട്. അതിതായിരുന്നു: ഈ ഭരണഘടന ആരുടെ കൈകളിലേക്കാണ് സമർപ്പിക്കാൻ പോകുന്നത്? ഈ ഭരണഘടന ആരാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനോനിലയുമായും ധാർമ്മികതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്, ചേർന്ന് നിൽക്കുന്നു എന്ന് അന്നേ പ്രവചിക്കുകയായിരുന്നു. അതിലെനിക്ക് ആശങ്കയുണ്ട് എന്ന് അടിവരയിട്ടുകൊണ്ടാണ് അംബേദ്കർ തൻ്റെ അവസാനത്തെ പ്രസംഗം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവസാനിപ്പിക്കുന്നത്. അംബേദ്കറുടെ എല്ലാ ആശങ്കകളും പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഒരു ദശകത്തിലേറെയായി ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടും ഇന്ത്യയുടെ മികവാർന്ന മതനിരപേക്ഷ സങ്കല്പങ്ങളോടും അതിൻ്റെ ധാർമ്മികതയോടും ഇന്ത്യൻ ഭരണകൂടം പുലർത്തിപ്പോരുന്ന നിലപാടുകൾ ഓരോന്നും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫാസിസ്റ്റുകൾ ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ അതിൻ്റെ സൂക്ഷ്മസുഷിരങ്ങൾ ഉപയോഗിച്ചാണ് ഫാസിസ്റ്റ് തെറുവേഴ്ച നടത്തിയിട്ടുള്ളത്. ഇറ്റലിയിലും ജർമ്മനിയിലും നടന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് നടത്തിയ ഫാസിസ്റ്റ് സാമ്രാജ്യവൽക്കരണം. ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാസിസവും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പഴുതുകളും സൂക്ഷ്മസുഷിരങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ സാമ്രാജ്യം പണിയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ഒരു ദശകത്തിലേറെക്കാലമായി ഇന്ത്യൻ ഭരണകൂടം ജനാധിപത്യത്തോടെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിലപാടും ഇന്ത്യൻ പാർലമെൻറ്റിനെ തന്നെ അപ്രസക്തമാക്കുന്ന, പാർലമെൻ്ററി ജനാധിപത്യത്തെ റദ്ദ് ചെയ്യുന്ന നിലയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ വഴിയിൽ ഫാസിസത്തിനൊരു മുറിയുണ്ട് എന്ന് ചരിത്രകാരന്മാർ നമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇല്ലാത്ത ഒരു ഇന്ത്യ അപ്രസക്തമാണ് എന്ന് പ്രഭാത് പട്നായിക്കിനെ പോലെ ചിന്തകന്മാർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തിനെതിരായ വെല്ലുവിളിയെ നേരിടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ കഴിയൂ, ചുവപ്പിന് മാത്രമേ കഴിയൂ എന്ന കാര്യം ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കൊഞ്ചം രക്തസാക്ഷികളുടെ 76ാമത് രക്തസാക്ഷി സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭം തീർച്ചയായും ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും വഹിക്കേണ്ട പങ്ക് ഉയർത്തിപ്പിടിക്കുന്നതാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കൊഞ്ചിയം രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഗ്രൂപ്പിലെ മുഴുവൻ സഖാക്കൾക്കും ഒരിക്കൽ കൂടി കൊഞ്ചിയത്തിൻ്റെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.